ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗിമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെയാണ് റോസ്റ്റഡ് സീവീഡ് സ്നാക്സ്. അപ്പോൾ സീവീഡിൻ്റെ സ്നാക്കാണ്. അപ്പോൾ ടെറിയാക്കി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടെറിയാക്കി ഫ്ലേവറാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെറിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് കുക്കിംഗ് സ്റ്റൈലാണ്. എന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്തിട്ട് അവരുടെ ഒരു സോസ് അതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഒരു ഷൈനിങ് കളർ ഉണ്ടാവും. ആ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിനാണ് ടെറിയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതരം സോസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ടെറിയാക്കി സോസാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നാണ് അവകാശപ്പെടണം. പിന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സലൻറ്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ B12 ആൻഡ് അയഡിൻ. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, gimmysnacks.com. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, gimmyseaweed. അതുണ്ട്. പിന്നെ കലോറീസിൻ്റെ കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, അതിലോട്ട് അധികം പോകുന്നില്ല. പിന്നെ ഇൻഗ്രീഡിയൻസിൽ സീവീഡ്, സെസേം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ടെറിയാക്കി പൗഡർ എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് കൊറിയയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ മോർ വിറ്റാമിൻ എ ദാൻ ക്യാരറ്റ്. ക്യാരറ്റിനേക്കാളും വിറ്റാമിൻ എ ഉണ്ട്. പിന്നെ കാൽഷ്യം നമുക്ക് പാലിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. പിന്നെ ഈ അയൺ, സ്പൈനാച്ച് എന്ന് പറഞ്ഞാൽ മറ്റേ എന്താണ് ഇതിന് പറയുന്നത്, പാലക്കിനേക്കാളും കൂടുതൽ അയൺ കിട്ടും. പിന്നെ വിറ്റാമിൻ സിനേക്കാളും കൂടുതൽ ഓറഞ്ച് ഉണ്ട്. പിന്നെ ഈ ആൽഗ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവർ എടുക്കുന്ന ആൽഗ എന്ന് പറഞ്ഞാൽ റെഡ് പോർഫൈറ എന്ന് പറഞ്ഞൊരു ആൽഗയാണ് ഇവർ ഇതിനെ എടുക്കുന്നത്. പിന്നെ ഇതിന് കുറേ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ. പിന്നെ ഈ അയഡിൻ, ഇതിൻ്റെ നെഗറ്റീവ്, അയഡിൻ ഗുഡ് സോഴ്സ് ഓഫ് അയഡിൻ ആണ്. പിന്നെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇത് അയഡിൻ്റെ അളവിൻ്റെ അകത്ത് കൂടുതലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയയിലുള്ള ഒരു കൺസ്യൂമർ ലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറയുന്നത്, നെഗറ്റീവ് സൈഡ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ടൂ മച്ച് അയഡിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അഡൽട്ടിന് 1100 മില്ലിഗ്രാം അയഡിൻ മതി ഒരു ദിവസം. അപ്പോൾ അതിലും കൂടുതൽ അയഡിൻ വരും. അപ്പോൾ അയഡിൻ ഓവർഡോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ കടലിലുള്ള എല്ലാ സാധനത്തിലും ഈ ഹെവി മെറ്റൽ പോയിസണിങ് എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, ചില ഫിഷുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആർസനിക്, കാഡ്മിയം ഒക്കെ അതിൻ്റെ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 7% ഷുവർ അല്ല. പിന്നെ ഇതിൽ പറയാന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒരു അഡൽട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം 2 വേഫർ കൂടുതൽ കഴിക്കണ്ടെന്നുള്ള രീതിയിൽ ലിമിറ്റേഷനാണ് അവർ പറഞ്ഞത്, അവരുടെ സ്റ്റഡിയുടെ ബേസിസിൽ. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്. ഇപ്പോൾ പോസിറ്റീവ് സൈഡിൽ പെട്ടെന്ന് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കഴിക്കുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിങ്ങനെ ഇരിക്കുന്നു. ഇതിൽ ഇതേപോലത്തെ വേഫറാണ് ഇങ്ങനെ ഇരിക്കുന്നു. വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. ഇതിപ്പോൾ ഒരു ഫിഷിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടണം. ഇത് ഫിഷിൻ്റെ കൂടെ കഴിക്കാം, വേണമെങ്കിൽ സൂഷിൻ്റെ കൂടെ റാപ്പായിട്ട് വെക്കാം. ഒരു ഫിഷ് ഫ്ലേവറാണ് മെയിനായിട്ട് കിട്ടണം. എന്നിരുന്നാലും കൊള്ളാം കഴിയാൻ.